നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കണക്ക് ചോദിക്കാതെ കാലം കടന്നു പോകില്ല. അത് പി ദിവ്യയ്ക്കിപ്പോൾ ബോധ്യപ്പെട്ടു. CPM എന്ന പാർട്ടിയുടെ കരുത്തിൽ ദിവ്യ കേരളത്തെ പരിഹസിച്ചിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളെ വെല്ലുവിളിച്ചു. നവീൻ ബാബു വധക്കേസിൽ പി ദിവ്യയ്ക്കെതിരെ ശക്തമായ നടപടികളെടുക്കണം എന്നാവശ്യപ്പെട്ട ഞങ്ങളെപ്പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ അധിക്ഷേപിച്ച പി ദിവ്യയ്ക്ക് ഇത് കാലം നൽകിയ മറുപടി. ഇക്കഴിഞ്ഞ വിഷുനാളിൽ പി ദിവ്യ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. വിഷു ആശംസകളെന്നാണ് പോസ്റ്റ്. ആ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടും. നീ മൂലം കൊല്ലപ്പെട്ട നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ഇക്കുറി വിഷുവില്ല എന്നോർക്കണമെന്നാണ് പലരും അവരെ ഓർമ്മപ്പെടുത്തിയത്. നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ പി ദിവ്യയാണ് എന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. എന്നിട്ടും അവരെ രക്ഷിക്കാൻ ഒരു പാർട്ടി ഒന്നടങ്കം മുന്നിട്ടിറങ്ങി. അവരെ രക്ഷിക്കാൻ ഒരു സർക്കാർ മുന്നിട്ട് നിന്നു. ആഭ്യന്തര വകുപ്പ് അന്ന് ഭരിച്ചിരുന്ന പിണറായി വിജയനും പി ദിവ്യയെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി. കണ്ണൂരിലെ പാർട്ടിയുടെ മൂത്ത നേതാക്കൾ പി ദിവ്യയ്ക്ക് ചുറ്റും സംരക്ഷണ വലയം തീർത്തു. നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നാലെ ഒരു കുടുംബത്തിൻ്റെ കണ്ണീർ നമ്മെ വേദനയിലാഴ്ത്തി. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നീതിപീഠങ്ങൾക്ക് മുന്നിൽ, നിയമപാലകർക്ക് മുന്നിൽ നിരന്തരം ആവശ്യപ്പെട്ടു. നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിന് കാരണക്കാരായ പ്രതികളെ നീതിപീഠത്തിന് മുന്നിലെത്തിക്കാൻ. എന്നാൽ മഞ്ജുഷയെന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യയെ പോലീസ് അപമാനിച്ചു. സർക്കാർ അവരെ കേട്ടില്ല. ഒടുവിൽ നീതിപീഠം പോലും കണ്ണടയ്ക്കുന്നുവോ എന്ന് നമ്മൾ സംശയിച്ചു. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണക്കേസ് ഇനി CBI അന്വേഷിക്കും. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. ആലപ്പുഴയിൽ അന്ന് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെ നടന്ന രക്ഷാപ്രവർത്തനമെന്ന അതിക്രൂര മർദ്ദനം, അതിനെതിരെ കൃത്യമായ നിയമ നടപടികൾ എടുക്കാൻ കഴിഞ്ഞ UDF സർക്കാർ മറ്റൊരു ശ്രദ്ധേയമായ ചരിത്രം ഇപ്പോൾ തിരുത്തി കുറിക്കുന്നു. നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിനപ്പുറം ലോക്കൽ പോലീസിൻ്റെ ഒത്തുകളിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ CBI അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്ന് കേരളം വിശ്വസിക്കുന്നു. കേസിലെ മുഖ്യപ്രതിയായ CPM കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയുടെ മൊബൈൽ ഫോൺ പോലും പരിശോധിക്കാൻ അന്ന് ലോക്കൽ പോലീസ് തയ്യാറായിരുന്നില്ല. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഏറെ നിർണായകമായിരുന്നു പി ദിവ്യയുടെ ആ മൊബൈൽ ഫോൺ പരിശോധന. ആ മൊബൈൽ ഫോൺ പരിശോധിച്ചാൽ CPM പാർട്ടി നേതാക്കൾ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും എന്ന് സർക്കാർ ഭയപ്പെട്ടു. നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ചരട് വലിച്ച നേതാക്കളെ രക്ഷിക്കാൻ അന്ന് പി ദിവ്യയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല. കേരള ഹൈക്കോടതിക്ക് മുൻപാകെ നവീൻ ബാബുവിൻ്റെ ഭാര്യ കടന്നു ചെന്നു. ഈ കേസ് CBIക്ക് വിടണമെന്നവർ അഭ്യർത്ഥിച്ചു. എന്നാൽ കേസന്വേഷണം ശരിയായ നിലയ്ക്കാണ് നടക്കുന്നത് എന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ ധരിപ്പിച്ചു. മറുവശത്ത് സുപ്രീം കോടതിയെ മഞ്ജുഷ സമീപിച്ചുവെങ്കിലും ഹൈക്കോടതി വിധി തൽക്കാലം നടക്കട്ടെ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. എന്നാൽ അന്ന് ചില കോൺഗ്രസ് നേതാക്കൾ നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്കൊരു വാക്ക് കൊടുത്തു. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ കേസ് CBIക്ക് വിടുമെന്ന്. കേരളം ഒന്നടങ്കം ആവശ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതിന് നേർക്ക് കണ്ണടയ്ക്കാൻ UDFനോ കോൺഗ്രസിനോ കഴിയുമായിരുന്നില്ല. ഒടുവിലിത ഇക്കഴിഞ്ഞ ദിവസം VD സതീശന് മുന്നിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നിറകണ്ണുകളോടെ നിന്നു. ഈ കേസ് CBIക്ക് വിടണമെന്ന് അവർ ഒരിക്കൽ കൂടി സതീശനോട് അഭ്യർത്ഥിച്ചു. മറിച്ചൊന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞില്ല. ഈ കേസ് CBI തന്നെ അന്വേഷിക്കുമെന്ന് അദ്ദേഹം നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് ഉറപ്പ് കൊടുത്തു. പി ദിവ്യയുടെ പിന്നിൽ ചരടുവലികൾ നടത്തിയ വിവാദ പെട്രോൾ പമ്പ് ഉടമയിലേക്കും അതിനു പിന്നിലെ കണ്ണൂർ CPM ബിനാമി ഇടപാടുകളിലേക്കും ഇനി CBI അന്വേഷണം എത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബിനാമി സാമ്രാജ്യങ്ങൾ തകർത്തെറിയുകയാണ് ഈ സർക്കാരിന് മുന്നിലുള്ള മുഖ്യ വെല്ലുവിളി. പാർട്ടി കോട്ടകൾ എപ്പോഴും നിലനിർത്തുന്നത് ഇത്തരം സാമ്രാജ്യങ്ങളാണ്. VD സതീശൻ സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം ആദ്യം CBI അന്വേഷണത്തിന് ഉത്തരവിടുന്ന ഒരു കേസ്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനം അടുത്ത ദിവസം തന്നെ ഉണ്ടാകും. പി ദിവ്യ എന്ന കൊടും കുറ്റവാളിയുടെ തനി നിറം ഇനി കേരളം കാണും. അതിലപ്പുറം ലോക്കൽ പോലീസ് മൂടിവെച്ച ഡിജിറ്റൽ തെളിവുകളെല്ലാം കേന്ദ്ര ഏജൻസി പുറത്തിടും. CPM കണ്ണൂർ ജില്ലാ നേതാക്കളൊക്കെ ഈ കേസിൽ സംശയനിഴലിലാണ്. ആരൊക്കെയാണ് പി ദിവ്യയ്ക്ക് പിന്നിൽ കളിച്ചത്? EDM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച CPM നേതാക്കളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ CBIക്ക് കഴിഞ്ഞാൽ
വി.ഡി. സതീശൻ സർക്കാരിൻ്റെ വലിയൊരു നേട്ടമായി അത് മാറും. CPM നേതാവിൻ്റെ ബിനാമി പെട്രോൾ പമ്പാണ് നവീൻ ബാബുവിൻ്റെ ജീവനെടുക്കാൻ കാരണമായ ആ സംഭവം. നവീൻ ബാബുവിൻ്റെ മരണവുമായി ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ. വ്യക്തിപരമായി നവീൻ ബാബുവിനെയും കുടുംബത്തെയും പിന്നീട് CPM ഏറെ വേട്ടയാടിയിരുന്നു. ഈ കേസിൽ ഒരു CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുമ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ച റാന്നി MLA പഴകുളം മധുവിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഈ കേസ് അന്വേഷണം CBIക്ക് വിട്ടതിന് തൊട്ടു പിന്നാലെ ഇത്തരമൊരു നീക്കത്തിന് ചുക്കാൻ പിടിച്ച പഴകുളം മധുവിന് വലിയ അഭിനന്ദനങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം എന്നും ആ കുടുംബത്തിനൊപ്പം ഉറച്ചു നിന്നു. മുൻപ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും അദ്ദേഹത്തിൻ്റെ 2 പെൺകുട്ടികളും കേരളത്തോട് പലവട്ടം കണ്ണീരോടെ പറഞ്ഞിരുന്നു ഈ കേസ് CBIക്ക് വിടണമെന്ന്. നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ആദ്യഘട്ടം ഇപ്പോഴും ഒരു ഞെട്ടലോടെ മാത്രമേ ഞങ്ങളെപ്പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കാണാൻ കഴിയൂ. ലോക്കൽ പോലീസ് ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലും പരിശോധിക്കാൻ മടിക്കുന്നു. എന്തിനേറെ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ റെയിൽവേയിൽ നിന്ന് പുറത്തുവിട്ടിട്ടും അത് സ്വീകരിക്കാൻ പോലും ലോക്കൽ പോലീസ് അന്ന് തയ്യാറായില്ല. പ്രതികളുടെ ഫോൺ രേഖകളോ കോൾ വിവരങ്ങളോ പരിശോധിക്കാൻ മിനക്കെട്ടില്ല. കേസ് അന്വേഷിക്കാൻ ആദ്യം ചുമതലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നീട് സർവീസിൽ നിന്ന് മാറി CPM ജനപ്രതിനിധിയായി മാറിയത് ഈ കേസിൻ്റെ വലിയൊരു നാഴികക്കല്ല്. ഭരണകക്ഷിയുടെ ഉന്നത സ്വാധീനമുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ ഒരു ഭരണകൂടവും പാർട്ടിയും ഒന്നിച്ചിറങ്ങി. ലോക്കൽ പോലീസിന്റെ പരിധിയിൽ നിന്ന് കേസ് കേന്ദ്ര ഏജൻസികളുടെ കൈകളിലേക്ക് എത്തുന്നതോടെ CPM കോട്ടകളിൽ വലിയ ഭീതി വിടരും. നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ട ഗൂഢാലോചനയും അതിനു പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളും ഇനി പുറത്തെത്തേണ്ടിയിരിക്കുന്നു. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് സമ്മേളനം, ആ യോഗത്തിലേക്ക് കടന്നുവന്ന PP ദിവ്യ ഉയർത്തിയ അഴിമതി ആരോപണം, അതിന് മണിക്കൂറുകൾക്ക് ശേഷം കേരളം കേൾക്കുന്നത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത. 3 പതിറ്റാണ്ടിലേറെ നീണ്ട സർക്കാർ സേവനത്തിനൊടുവിൽ സ്വന്തം ജില്ലയിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചു പോകാനിരിക്കെയായിരുന്നു അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ. നവീൻ ബാബു എന്ന കണ്ണൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആത്മഹത്യ ചെയ്യില്ല എന്ന് കേരളം ഉറച്ചു വിശ്വസിച്ചു. 2024 ഒക്ടോബർ 14 വിവാദം നിറഞ്ഞ ആ യാത്രയയപ്പ് യോഗം. CPM നേതാവും മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ആ യോഗത്തിനെത്തി. ഒരു പെട്രോൾ പമ്പ് NOCയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ, അതിലപ്പുറം ഈ പെട്രോൾ പമ്പ് NOCയുമായി ബന്ധപ്പെട്ട PP ദിവ്യയുടെ താൽപ്പര്യങ്ങൾ. അനുമതി മാസങ്ങളോളം നവീൻ ബാബു തടഞ്ഞുവെച്ചു. അതിനു പിന്നിൽ അഴിമതിയാണ് ലക്ഷ്യമെന്ന് PP ദിവ്യ ഒരു കള്ള ആരോപണം ഉയർത്തുന്നു. പൊതുവേദിയിൽ അപമാനിക്കപ്പെട്ടതോടെ ആ മികച്ച ഉദ്യോഗസ്ഥൻ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. മരണത്തിന് മുൻപ് അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം കേസന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്വേഷണത്തിൻ്റെ ഫലമായി PP ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. നവീൻ ബാബുവിൻ്റെ ഭാര്യ K. മഞ്ജുഷ തുടക്കം മുതൽ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് കേരള പൊതുസമൂഹത്തോട് പറഞ്ഞു. അതിലപ്പുറം കോടതിയിലും അവർ തൻ്റെ നിലപാട് വ്യക്തമാക്കി. ഒടുവിൽ രാഷ്ട്രീയ സ്വാധീനത്താൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. എല്ലാ തെളിവുകളും പരിശോധിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. കേസിലെ ഏറ്റവും നിയമപരമായ പ്രശ്നം ആത്മഹത്യാ പ്രേരണ കുറ്റം തെളിയിക്കാൻ കഴിയുമോ എന്നത്. PP ദിവ്യക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കുറ്റപത്രം ഇപ്പോൾ നിലവിലുണ്ട്. ഇതിനിടയിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും എത്തിയത്. എന്നാൽ ഈ ഹർജികൾ തള്ളിക്കളഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, സമൂഹം ഒന്നടങ്കം ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ, അതിനുവേണ്ടി പ്രയത്നിച്ചാൽ അത് നടക്കും. അതുകൊണ്ട് തന്നെ നവീൻ ബാബു കൊല്ലപ്പെട്ട കേസ് ഒടുവിൽ CBIയുടെ കൈകളിലേക്ക്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.